2026 ജൂൺ സെഷൻ UGC നെറ്റിൻ്റെ ആപ്ലിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. മുന്നേയുള്ള നെറ്റിൻ്റെ ആപ്ലിക്കേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഒരുപാട് അപ്ഡേഷൻസ് ആഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അതുകൊണ്ട് എവിടെ തുടങ്ങണം, എന്താ ഏതാ ബേസിക്കായിട്ട് ഒരു ഐഡിയയും കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നോർമലി നമ്മൾ ഏതൊരു സൈറ്റിലും ലോഗിൻ ചെയ്യുന്നത് പോലെ UGC നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ UGC നെറ്റിൻ്റെ NTAൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടാവും. NTAൻ്റെതോ റിസൾട്ട് സൈറ്റോ ഒന്നുമല്ല, നേരിട്ട് UGCൻ്റെ നെറ്റിൻ്റെ തന്നെ സൈറ്റിൽ കയറിയാൽ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ഇവിടെ ഇതാ രജിസ്ട്രേഷൻ വിൻഡോ ഫോർ UGC നെറ്റ് ജൂൺ 2026 എന്ന് കാണും. അത് ലോഗിൻ ചെയ്താൽ 3 ഓപ്ഷൻ കാണും. രജിസ്ട്രേഷൻ ഉള്ളത്, ലോഗിൻ ഉള്ളത് എല്ലാം ഉണ്ടാവും. അതിൽ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഇത് ഡൗൺലോഡ് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കാണുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്താലും ഇല്ലെങ്കിലും ന്യൂ രജിസ്ട്രേഷനിൽ പോയാൽ ഇതുപോലെ ഡീറ്റെയിൽസ് വായിക്കാനുണ്ടാവും. ഈ ഡീറ്റെയിൽസ് വായിച്ചിട്ട് നിങ്ങളൊരു കൺഫർമേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ആ കൺഫർമേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ അടുത്ത വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോ മുതലാണ് കൺഫ്യൂഷൻ തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊരു ഡിജിലോക്കറിൻ്റെ വിൻഡോയാണ്. അവിടെ ഓൾറെഡി ഡിജിലോക്കർ അക്കൗണ്ട് ഉള്ളവർ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഈ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കി പ്രൊസീജിയർ എല്ലാം പൊതുവെ മനസ്സിലാവുന്ന വിധത്തിലുള്ള പ്രൊസീജിയേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ അത്യാവശ്യമുണ്ട്. ആ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബേസിക് സർട്ടിഫിക്കറ്റ്സ് SLC ബുക്കും NCLും ആണ് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ മറ്റ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവയ്ക്ക് ആഡ് ചെയ്യേണ്ടി വരും. കൂട്ടത്തിൽ PGൻ്റെ അതുപോലെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ട എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വേണം. അതൊന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യത്തിനൊന്നും വേണ്ട. അതൊക്കെയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫീ പേയ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. അതിന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ആദ്യം. മറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളോ മറ്റോ ആവശ്യമുള്ളവർ ആ സർട്ടിഫിക്കറ്റുകളൊക്കെയും ഉണ്ടാക്കി വെക്കുക. എത്രയും പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്താൽ വില്ലേജ് ഓഫീസിൽ നിന്ന് എവിടുന്നാന്ന് വെച്ചാൽ അത് കിട്ടും. അത് എടുത്തിട്ട് നമ്മുടെ മറ്റ് ഡോക്യുമെൻറ്റുകളും എടുത്തിട്ട് ഒരു നല്ലൊരു അക്ഷയ സെൻറ്ററിലോ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളിലോ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറയാനാണ്. അതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടതാണ്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. സോ താങ്ക് യു സോ മച്ച്.